രാവിലെ അതിപരിശമായി നാം വാഴ്ത്തപ്പെട്ട ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിലേക്ക് സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം എന്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവായി ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ അതിശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങളാണ് അബ്രഹാമിനോട് പകർന്നിരിക്കുന്നത്. ആ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നമുക്കൂടാണ് നൽകിയിരിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഉൽപ്പത്തി പുസ്തകം 19 വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നുള്ളൊരു ദൈവിക കൽപ്പന അബ്രഹാമിന് കൊടുക്കുമ്പോൾ ദൈവ ശബ്ദം കേട്ട് അബ്രഹാം അതിനെതിരെ തിരിച്ചൊന്നും പറയാതെ ദൈവ വാക്ക് കേട്ട് അബ്രഹാം പുറപ്പെടുകയാണ്. അബ്രഹാമിന്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ പിതാവ് വലിയ വിഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കി ആ കാലഘട്ടത്തിൽ വിറ്റുപജീവനം കഴിക്കുന്ന മാർഗം ആയിരുന്നു. അന്ന് അബ്രഹാമും കൂടെ അപ്പനെ സഹായിച്ചിട്ടുണ്ടായില്ല. എങ്കിലും അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ടപ്പോൾ അബ്രഹാം മറ്റൊന്നും ചിന്തിക്കാതെ സകലത്തെയും വിട്ട് കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യാൻ പുറപ്പെട്ട അബ്രഹാമിന്റെ വിശ്വാസം നിനക്കുണ്ടോ സഹോദര സഹോദരി? എങ്കിന്റെ മകൻ ദൈവം നിന്നെയും അനുഗ്രഹിച്ചതിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കളെ ഞാൻ പറയട്ടെ, ദൈവം നിന്നോട് പ്രത്യേകമായി കൽപ്പിക്കുന്ന, ദൈവം നിന്നോട് പ്രത്യേകമായി പറയുന്ന വാഗ്ദത്തമാണ്, നിന്റെ പേര് വലുതാക്കും, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നിന്റെ കഷ്ടതകൾ മാറും, നിന്റെ സങ്കടങ്ങൾ മാറും, നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ കണ്ണുനീര് മാറും, നിന്റെ വേദനകൾ മാറും, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മാറും, നിന്റെ ദാരിദ്ര്യങ്ങൾ മാറും. നീ എവിടെയെല്ലാം തലകുനിക്കേണ്ടി വന്നോ, നിന്ദിക്കേണ്ടി വന്നോ, അപമാനിക്കപ്പെടേണ്ടി വന്നതോ, അവിടെയെല്ലാം ദൈവം നിന്നെ മാനിച്ചുയർത്താൻ പോവുക. വിശ്വസിക്കുന്നതിലെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നാളുകളായി സങ്കടത്തിന്റെ അനുഭവത്തെ കടന്നുപോകുന്ന ചില ജീവിതങ്ങൾ ആമിൽ ജീവിക്കാൻ വേണ്ടി സകലവും വിറ്റുപെറുക്കി ലോണെടുത്തും കടം വാങ്ങി വിദേശ രാജ്യത്ത് കടന്നുപോയിട്ട് കഷ്ടം സഹിക്കുന്നവർ, വേണ്ട പുറത്ത് നല്ല ജോലി കിട്ടാതെ മടലാരണ്യത്ത് കഷ്ടം സഹിക്കുന്നവർ, നൊമ്പരപ്പെടുന്നവർ, ആമി വിദേശ ജോലിക്ക് കടന്നുപോയി പീഡ അനുഭവിക്കുന്ന നിരവധി സഹോദരിമാർ, ആമി വിവിധ കഷ്ടതയിലൂടെ കടന്നുപോകുന്നവർ കൂടി ഞാൻ പറയട്ടെ. അതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കഷ്ടം സഹിക്കുന്നവരുടെ സഹോദരങ്ങൾ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസം മുമ്പോട്ട് പോകാൻ കഴിയാതെ ജീവിതത്തിന് മുമ്പിൽ ആമി തടസ്സങ്ങളുമായി നിൽക്കുന്ന ചില തടസ്സവാദങ്ങളെ ദൈവം നീക്കിക്കളഞ്ഞിട്ട് ആമി നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേര് വലുതാക്കി നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവുക ദൈവം. ആമി നിന്റെ കുടുംബത്തെ നിന്റെ തലമുറ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. തകർക്കുവാൻ പിശാച് പലവിധമായി പദ്ധതികളുമായി കടന്നു വരുമ്പോൾ നിന്റെ കുടുംബത്തെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയാൻ, നിന്റെ പേര് തന്നെ ഇല്ലാതാക്കി കളയാൻ സാത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമീൻ ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ പറയുന്ന ദൂതാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. രക്തം ചെയ്യും. ആരെല്ലാം ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുന്നോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ആമീൻ ദൈവശബ്ദമാണ് നിങ്ങൾ ആമീ രാവിലെ സമയത്ത് ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായി പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചിലരെയൊക്കെ ശക്തമായി അനുഗ്രഹിക്കാൻ പോവുക. നാളുകളായി എന്റെ മക്കളെ നിലവിളി ഞാൻ കേൾക്കുന്നു, അവരുടെ കണ്ണുനീര് ഞാൻ കാണുന്നു. ആമി മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്ന് ഈ സാധനത്തിന്റെ കണ്ണുനീര് കണ്ടവരുടെ നിലവിളി കേട്ട് ആമി മോശയും അഹ്റോനെയും മിസ്രൈമിലേക്ക് അയച്ച് ആമി സാധനത്തെ വിടിപ്പിച്ചുകൊണ്ടിടാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുനീര് കണ്ട് നിങ്ങളുടെ നിലവിളി കേട്ടു. നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി, നിന്റെ സങ്കടങ്ങളെ അറിഞ്ഞ് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ദുഃഖവേളകളെ കർത്താവ് നേരിട്ട് കണ്ടിട്ട് പറയുക, ആമി നിന്റെ പേര് വലുതാക്കും, നിന്നെ ഒരു അനുഗ്രഹമായി മാറ്റുന്നതാണ്. അതെ, ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല, വചനത്തിന് മാറ്റമില്ല, വാക്തത്വങ്ങൾക്ക് മാറ്റമില്ല. വാക്തത്വമുള്ള ദൈവത്തിന് വരിലേ ആമി നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കപ്പെടുന്ന അനേക സാഹചര്യങ്ങളിൽ കൂടെ നീ കടന്നുപോയേക്കാം. അവിടെ നിന്ന് നീ തളരണ്ട. ദൈവം നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. അപ്പൊ നിന്നോട് പറഞ്ഞ വാക്ക് ദൈവത്തിന്റെ വാക്ക്, മാനുഷികമായ വാക്കുകളല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ, മതത്തിൻ്റെതല്ല, മത നേതാക്കന്മാരുടെ അല്ല, ഇവിടുത്തെ സംഘടനകളുടെ വാക്കുകൾ, ഇവിടുത്തെ പണ്ഡിതന്മാരുടെ വാക്കല്ല. ആമീൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് നിന്റെ മേൽ നിവർത്തിക്കുവാൻ കാലമായി. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമോ? അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12 മുന്നോട്ട് വായിക്കുമ്പോൾ അബ്രഹാമിന് ഏകദേശം 33ഓളം വാഗ്ദത്തങ്ങൾ കൊടുത്തതായിട്ട് തുടർന്നുള്ള അധ്യായങ്ങൾ കാണാൻ കഴിയും. ഇതിലെല്ലാം ഒന്നും പറഞ്ഞു കേൾപ്പിക്കാൻ കഴിയില്ല. ചിലത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വല്ലൊരിയ ആമീൻ. ഞാൻ ഒരു ദേശം നിനക്ക് കാണിച്ചു തരും. നീ 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 ഒരു നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെയും ശപിക്കും. ഹല്ലേലൂയ. നിന്റെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതിക്ക് ഈ ദേശം ഞാൻ കൊടുക്കും. നിന്റെ അല്ലെങ്കിൽ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയും പൊടി പോലെയാക്കും. ഞാൻ നിന്റെ പരിചയമാകുന്നു എന്ന് പറഞ്ഞ് തുറമാനമായി അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ, നിയമ ഉടമ്പടികൾ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തത്തിന്റെ അവകാശിയാ നീ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ബദലേ പാപത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ്, പാപത്തെ ഏറ്റുപറഞ്ഞ്, പാപത്തെ നീ വലിച്ചെറിഞ്ഞിട്ട് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് നിന്റെ കഴിഞ്ഞകാല ജീവിത സാഹചര്യങ്ങൾ, പാപസ്വഭാവങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീ ഒരു അനുഗ്രഹമാണ്. ലോകം നിന്റെ കുറ്റം വിധിച്ചേക്കാം, ലോകം നിന്നെ പഴിയാർത്തിയേക്കാം. നീ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നതിന്റെ പേരിൽ പലരും നിന്നെ ആക്ഷേപിച്ചേക്കാം. ഈ കറുത്ത പുസ്തകം എടുത്ത് നീ ചുമന്നുകൊണ്ട് നടക്കുന്നുകൊണ്ട് പലരും നിന്നെ നിന്ദിച്ചേക്കാം. ഒരുപക്ഷെ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം, നിന്റെ നന്മകൾ മുഴുവൻ തടഞ്ഞേക്കാം. സമൂഹം നിന്നെ വെറുത്തേക്കാം. പക്ഷെ നിന്നെ വെറുക്കാതെ ചേർത്ത് പിടിച്ച് അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ പേര് യേശു എന്ന. അതുകൊണ്ട് ഇന്ന് പകൽ യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ തകരുവാൻ അവൻ സമ്മതിക്കുകയില്ല. യേശു സമ്മതിക്കുകയില്ല. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ ഒരുപാട് വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ചില ദിവസങ്ങൾ മാത്രമേ സ്കൂളുകൾ തുറക്കുവാൻ. സ്കൂളുകൾ തുറക്കുന്നതിന്റെ പേരിൽ മാതാപിതാക്കൾ വളരെ വേദനയോടെ മക്കളെ സ്കൂളിൽ വിടണം. അവർക്ക് പുസ്തകങ്ങൾ വാങ്ങണം, ബാഗുകൾ വാങ്ങണം, കുടകൾ വാങ്ങണം, അവർക്ക് സ്നാക്സ് പാത്രങ്ങൾ വാങ്ങണം, ബോക്സുകൾ, അതിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങണം. കൂടാതെ അവർക്ക് യൂണിഫോം എടുക്കണം, സ്കൂളിൽ അയക്കുവാൻ അല്ലെങ്കിൽ സ്കൂൾ വണ്ടിക്കുള്ള പാസ് ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. വലിയ മാത്രമല്ല അല്ലുരിയ കുഞ്ഞുങ്ങളെ നന്നായി പറഞ്ഞിട്ട് അവർക്ക് വരുന്ന ഭക്ഷണസാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന്റെ ക്രമീകരണം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾ കടന്നു നഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കണം. പരീക്ഷയുടെ സമയങ്ങളാണ്. അങ്ങനെ വിവിധമായ സാഹചര്യങ്ങൾ ഭാരപ്പെട്ട് മനംനൊന്ന് കരയുന്ന എന്നെ കേൾക്കുന്ന പ്രശ്നികത ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നീ വിശ്വാസത്തെ ദൈവത്തിൽ വന്ന അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതുപോലെ നീ വിശ്വസിക്കുന്നെങ്കിൽ അല്ലെ അബ്രഹാമിനൊക്കെ ഈ അനുഗ്രഹം കിട്ടാൻ കാരണം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതാണ് കാരണം കേട്ടോ. യഹോവയായ ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിച്ചിറങ്ങി പുറപ്പെട്ട അബ്രഹാം ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് നീ കർത്താവിന് വേണ്ടി ചുമൽ കൊടുത്താൽ, അവന് വേണ്ടി നിന്റെ സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ ഹല്ലേലൂയ നീ ഒരിക്കലും പരാജിതനായി മാറാൻ ദൈവം അനുവദിക്കത്തില്ല. രക്തം ചെയ്യാൻ സ്വതം ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ശക്തമായി പറയുന്ന ദൂത. കഴിഞ്ഞ രാത്രി ഞാൻ ഈ ദൈവത്തിനെ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞാൻ ചിലരേക്ക് അനുഗ്രഹിക്കാൻ പോകുക, ചിലർക്ക് പേര് വലുതാക്കാൻ പോകുക, ചിലരേക്ക് കഷ്ടത്തിൽ പിടിക്കാൻ പോകുക, ചിലരൊക്കെ ശാപങ്ങളെ മാറ്റാൻ പോകുക, ചിലരൊക്കെ രോഗങ്ങളെ മാറ്റാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവോട് സംസാരിച്ചപ്പോൾ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു വരുത്തിയതിന് നന്ദി പറഞ്ഞു. അത് ദൈവമേ അങ്ങേക്ക് പ്രസാദമായല്ലോ, അങ്ങയുടെ ഹിതം വെളിപ്പെടാൻ സമയമായല്ലോ, അങ്ങയുടെ ഇഷ്ടം വെളിപ്പെടാൻ സമയമായല്ലോ. അങ്ങയിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ച അബ്രഹാമിന്റെ സന്തതികളായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിപ്പാൻ അങ്ങേക്ക് പ്രസാദമായല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അതേ പ്രിയരെ, നമുക്ക് കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഏറെയുണ്ട്. അല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കാണുവാനോ കേൾക്കുവാനോ, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുവാനോ, നമ്മുടെ കണ്ണീരും തുടയ്ക്കുവാനോ, നമുക്കൊരാശ്വാസം പകരുവാനോ ആരും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചിരിച്ച മുഖത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വരുന്നെങ്കിലും, എല്ലാവരും ഷെയ്ക്കൻ്റെയൊക്കെ തരുന്നെങ്കിലും നമ്മുടെ മാനസികാവസ്ഥയെ അറിഞ്ഞ് നമ്മളെ സഹായിപ്പാൻ ആരും മുന്നോട്ട് വന്നത് വരത്തില്ല. ആരും വന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവ് പറയാ, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. നീ കടന്നു പോകുന്ന കഷ്ടത അതിനെ നീ കലയെ ഓർക്കേണ്ടി വരത്തില്ല, അതിനെ നീ മറന്നുപോകും. ഹല്ലേലൂയ. ആ കഷ്ടത നിന്റെ ഉള്ളിൽ നീക്കിക്കളയുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പരിശ്രമിക്കുക, അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ വളരെ ആശ്ചര്യമേറിയതാണ്, മഹാമേന്മയുള്ളതും ആകാശത്തോളം ഉയർന്നതുമാണ്. ഈ അനുഗ്രഹങ്ങളെ അബ്രഹാമിന്റെ ശേഷം 4000 ആണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞ് ജീവിക്കുന്ന നമുക്കും അവകാശമുള്ള. അബ്രഹാമിന് ശേഷം ഏകദേശം 4000 വർഷങ്ങൾ കഴിഞ്ഞ്
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ശുശ്രൂഷയിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഏകദേശം ഇന്ന് 2025 വർഷം മൊത്തത്തിൽ നോക്കുന്നത് 6025 വർഷമായില്ലേ. അത് ഈ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നമ്മുടെ അവകാശമാണ്. രക്തം ചെയ്യാം വലിയൊരു അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് കാലാകാലങ്ങൾ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നതാണ്. അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ദൈവം പറഞ്ഞു മറക്കുന്നവനല്ല. ദൈവം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നവനല്ല. പറഞ്ഞത് തന്നെയാണ്. നിങ്ങളോട് ആരെങ്കിലും ഒരു വാക്തത്വം പറഞ്ഞാൽ, ആരെങ്കിലും ഒരു നന്മ തരാമെന്ന് പറഞ്ഞാൽ അത് ചില നാളുകൾ കഴിഞ്ഞ് നിങ്ങൾ അത് ഓർമ്മിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ ഓർമ്മയില്ല, എൻ്റെ ശ്രദ്ധയിലല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നൊരു അനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. രക്തം ചെയ്യാം വലിയ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വന്ന പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ ആ ഒരു ആശ്വാസത്തിന് വേണ്ടി പലരുടെ മുമ്പിൽ കൈനീട്ടിയൊരു അനുഭവമുണ്ട്. അന്ന് എന്നോട് പലരും പല ഓഫറുകളും പറഞ്ഞു. എൻ്റെ ഏരിയ പിന്നെ ഞാൻ അവരെ ഒന്ന് ഓർപ്പിച്ചും പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പാസ്റ്ററേ. അതെ ഏരിയ അത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം കേട്ടോ. എന്നാൽ പറഞ്ഞു വാക്ക് പാലിക്കുന്നവരുണ്ട്. പറഞ്ഞു വാക്ക് പാലിക്കുന്നവരാരാണ്? അവർ അബ്രഹാമിന്റെ സന്തതികളാണ്. കാരണം അബ്രഹാമിന്റെ അനുഗ്രഹം അവർ വാങ്ങിയതുകൊണ്ട് അവർ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരുമുണ്ട്. രക്തം ചെയ്യും. ഇന്ന് പകരം ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മളെല്ലാം പ്രതിസന്ധിയില്ല, ഞാനും പ്രതിസന്ധിയില്ല. ആരോട് പറയും, ആരോട് സംസാരിക്കും, ആരും നമ്മുടെ പ്രതിസന്ധി തീർക്കും? കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് എൻ്റെ സങ്കടം കേൾക്കാൻ ആരുണ്ട്, എൻ്റെ പ്രശ്നം കേൾക്കാൻ ആരുണ്ട്, എൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആരുണ്ട്, എന്നെ ഒന്ന് സഹായിപ്പാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പാൻ, എൻ്റെ വേദനകൾ അറിയുവാൻ ആരുണ്ട് കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. അത് എല്ലാവരും കൈവിട്ടാലും കൈവിടാത്തൊരു കർത്താവുണ്ടല്ലോ. അത് രക്ഷിപ്പാൻ കഴിയാത്തവണ്ടെ കൈ കുറുകിപ്പോയിട്ട് കേൾപ്പാൻ കഴിയാത്തവണ്ടെ ചെവി മാത്രമായിട്ട് ദശപ്രവാചകൻ 59:1 വായിക്കുന്നത് പോലെ അത് നമ്മുടെ ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയാതെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ ചെവി മാത്രമായിട്ടുമില്ല. എന്നാൽ മനുഷ്യന്റെ കൈ കുറുകിപ്പോകാൻ അവരുടെ ചെവി മാത്രമായി തീരുമ്പോൾ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അതുപോലെ തന്നെ നിറവേറുകയാണ്. കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കണ്ണുനീരിന്റെ നടിയിലൂടെ നീ കടന്നു പോകുന്നതല്ലേ, വേദനയല്ലേ, ദുഃഖമല്ലേ, സങ്കടമല്ലേ. ഒരു നേരത്തെ ആഹാരം മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, കുടുംബത്തെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഇന്ന് നീ കഷ്ടപ്പെടുന്നില്ലേ? മക്കളെ വളർത്താൻ വേണ്ടി ചെറ്റ കുടിലിൽ കിടന്നുകൊണ്ട് വീട്ടു ജോലികൾ ചെയ്തുകൊണ്ട് നീ ഭാരപ്പെടുന്നില്ലേ? കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ നീ കഷ്ടം അനുഭവിക്കുന്നില്ലേ? സഹോദര സഹോദരി, അത് ദൈവം നിനക്ക് വേണ്ടി ചേർന്ന് ചെയ്യാൻ പോകുക. അബ്രഹാമിന്റെ മക്കളായിട്ട് നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടെടുപ്പ് പ്രാപിച്ച് നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികൾ മാറും. പ്രൈസ്. നിന്നെ ഉയർത്താൻ കഴിയാതെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, നിന്ദകളൊക്കെ നിനക്ക് നേരെ കടന്നു വരാം. പ്രൈസോ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഏകദേശം 25 വർഷമാകും. ഹല്ലേലൂയ. ഞാൻ ഏകദേശം 2000-ലാണ് വിശ്വാസത്തിൽ വരുന്നത്. അതുവരെ ഞാൻ പാരിന്റെ സാമുദായിക സഭയിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ആ സാമുദായത്തിന്റെ ചട്ടക്കൂടുകളും അവരുടെ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. ഹല്ലേലൂയ. എങ്കിലും എൻ്റെ 36-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ, ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങി. എൻ്റെ കണ്ണുനീര് മാറി, സങ്കടങ്ങൾ മാറി. എനിക്ക് ദൂർത്തടിക്കാൻ പൈസയില്ല, ദൂർത്ത് ചെലവഴിക്കാൻ പൈസയില്ല, ആഡംബര ജീവിതം നയിക്കാൻ പൈസയില്ല. പക്ഷേ എൻ്റെ അന്നത്തെ കാര്യം ദൈവം നടത്തുന്നു. കർത്താവിനോട് ആകാശത്തിലെ പറവകളെ നോക്ക്, പക്ഷികളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സ്വർഗ്ഗസ്നായ പിതാവ് അവയെ പുലർത്തുന്നുവെന്ന് എന്നോട് പലപ്പോഴും വചനം സംസാരിക്കാതെ ഞാനതിലങ്ങ് തൃപ്തിപ്പെടുകയാ. അതെ, എൻ്റെ വേദനകൾ അറിയുന്നവൻ യേശുവ. സഹോദരി സഹോദരൻ, നിന്റെ വേദന യേശുവ. നീ കടന്നു പോകുന്ന അതേ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ എനിക്കുണ്ട്. നിന്നോടൊപ്പം ചേർന്ന് പറയട്ടെ, നിന്റെ സങ്കടങ്ങൾ എൻ്റെ സങ്കടങ്ങളാ, നിന്റെ ദുഃഖങ്ങൾ എൻ്റെ ദുഃഖങ്ങളാ, നിന്റെ വേദന എൻ്റെ വേദനയാ. നീ കടന്നു പോകുന്ന പരാജയം എൻ്റെ പരാജയമാ, നിന്റെ നിന്ദ എൻ്റെ നിന്ദയാ. നീ അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും ഞാനും അനുഭവിക്കുന്നുണ്ടോ? ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അത്ഭുതം ചെയ്യുന്നവൻ, അവൻ അത്ഭുത മാതൃകയാ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാ, ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം വാക്യം പറയുമ്പോൾ അതിനകത്തൊരു വാക്യം പറയും, നമ്മുടെ ദൈവം അത്ഭുത മാതൃകയാ. ലോകത്തിൽ ഒരു ഭരണ സംവിധാനങ്ങൾക്കകത്ത്, ഒരു നിയമസഭയ്ക്കകത്ത്, ഒരു പാർലമെന്റിലും ലോകരാഷ്ട്രങ്ങൾ പോലും ഒരു അത്ഭുത മന്ത്രി കാണിക്കാനില്ല.
ഒരിടത്തും അത്ഭുതമന്ത്രി കാണിക്കുന്ന എല്ലാം വ്യാജമന്ത്രിമാരാ. കളവും അഴിമതി നിറയപ്പെട്ട അപവാദങ്ങൾ നിറയപ്പെട്ട പേര് നശിപ്പിച്ച് രാജ്യത്തിന് അപമാനം ഉണ്ടാക്കിയ മന്ത്രിമാരാണ് ലോകം മുഴുവനുള്ളത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു നമ്മുടെ സൃഷ്ടവൈദ്യം അത്ഭുത മന്ത്രിയാണ്. കളവ് ചെയ്യാത്തവൻ, അഴിമതി ചെയ്യാത്തവൻ, വ്യാജമില്ലാത്തവൻ, അപവാദം ചെയ്യാത്തവൻ, അല്ലേലൂയ, മനുഷ്യനെ സ്നേഹിക്കുന്നവന്റെ ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കുന്ന, അവന്റെ ജീവനെ നിലനിർത്തുന്ന നമ്മുടെ അത്ഭുത മന്ത്രിയായിരിക്കുന്ന യേശു നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്നു. തിരുവെഴുത്ത് വായിക്കുന്നുണ്ടല്ലോ. അല്ലേലൂയ, അതെ, നിന്റെ ഹൃദയത്തിന്റെ തകർച്ച അറിയുന്നവൻ. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, അല്ലേലൂയ, അബ്രഹാമിന് ശേഷം നമുക്ക് ഈ അവകാശം നേടി. എങ്ങനെയാണ് ഈ അവകാശമാക്കി നമ്മൾ കൈവശമാക്കുന്നത്? അതെ, വിശ്വാസം മുഖാന്തരം തന്നെ. അതുകൊണ്ട് വിശ്വാസികൾ എത്രയും അബ്രഹാമിന്റെ മക്കളിൽ നിന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുക. ഇതെങ്ങനെ കൈവശമാക്കാം? വിശ്വാസത്തിലൂടെ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 7-ാം വാക്യം വായിക്കും ഇങ്ങനെ കാണുന്നുണ്ട്. അതിന്റെ 6 തൊട്ട് വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്ക് കിട്ടു എന്നുണ്ടല്ലോ. അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിച്ചു, അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. അല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസികൾ എത്രയും അബ്രഹാമിന്റെ സന്തതികൾ. അത് വിശ്വാസികളാണ് അബ്രഹാമിന്റെ സന്തതികൾ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് അബ്രഹാമിന്റെ സന്തതികൾ. കാൽവരി ക്രൂശിലെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടവരാണ് കർത്താവിന്റെ അല്ലെ അബ്രഹാമിന്റെ സന്തതികൾ. മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന് മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി വലിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥൻ തലസഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്ന ദൈവമക്കളാണ്. വിശ്വാസത്തെ ജീവിക്കുന്ന ദൈവമക്കളാണ് അബ്രഹാമിന്റെ സന്തതികൾ. അല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ മക്കളാണ്. ആമീൻ. വാഗ്ദത്ത സന്തതികൾ രക്തം ചെയ്യും. അല്ലേലൂയ. ഗലാത്യലേഖനക്കാരനോട് പറയുന്നതിന്റെ കാരണം അല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണ്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞ വാക്ക് അതേപടി സ്വീകരിച്ചതിനാൽ ദൈവം അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. അതിന് ആമീൻ പരിച്ഛേദനയോ മറ്റെന്തെങ്കിലോ പ്രവർത്തികളോ ആധാരമായിരുന്നില്ല. ദൈവം മുമ്പാകെയുള്ള നീതീകരണവും അല്ലേലൂയ ആമേന്റെ പ്രവൃത്തിയുമായി ായിരുന്നു. അല്ലേലൂയ. നീതീകരണവും ഈ പ്രവൃത്തികളുമല്ല. സ്തോത്രം. വിശ്വാസം മാത്രമാണ്. അപ്പം പരിച്ഛേദനയോ അല്ലെങ്കിൽ യാഗങ്ങളോ വഴിപാടുകളോ നീതീകരണ പ്രവർത്തികളോ ഒന്നും അല്ല എന്ന് അബ്രഹാമിന്റെ വിശ്വാസം കണക്കിടാൻ കാരണം പിന്നെന്താ? വിശ്വാസമാ. അത് നിന്റെ വിശ്വാസം നീ ദൈവത്തിൽ ഉറച്ചു പിടിക്കുന്നെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാം ദൈവത്തെ സർവശക്തനായ യഹോവയെ അംഗീകരിച്ചതുകൊണ്ട് അവന്റെ വിശ്വാസം, ആ വിശ്വാസമാണ് അവന്റെ പരിച്ഛേദനയിലേക്ക് പിന്നത്തെ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുന്നതിനും ആമീൻ നയിച്ചത്. അവിടെയും അബ്രഹാമിന്റെ വിശ്വാസം ആമീൻ നിലനിർത്തി. നിനക്ക് അബ്രഹാമിന്റെ വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തെ നീതിയോ അവിടെ വിശ്വസിക്കുന്നെങ്കിൽ അത് കണക്കിടുക തന്നെ ചെയ്യും. അതെ, നീ തകരണ്ടെന്ന്. നീ എന്തിനാ തകരുന്നേ? നിങ്ങൾ എന്തിനാ തകരുന്നത്? നിങ്ങൾ എന്തിനാ കണ്ണുനീർ തൂക്കുന്നത്? നിനക്ക് സങ്കടം പറയാൻ ഒരു യേശു കർത്താവില്ലേ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ വേദനകൾ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ മറുപടി കിട്ടിയെന്ന് വരത്തില്ല. നിന്റെ ഭാര്യയോട് പറഞ്ഞ മറുപടി കിട്ടി നിന്റെ മാതാപിതാക്കളോട്, സ്വന്തക്കാരോട്, ബന്ധുക്കളോട് ഒന്നും പറഞ്ഞാൽ ഒരു മറുപടിയും കിട്ടണമെന്നില്ല. പക്ഷെ നീ ദൈവത്തോട് പറഞ്ഞാൽ, ഹല്ലേലൂയ, നീ യേശുവിനോട് പറഞ്ഞാൽ നിന്റെ വേദനകളെ മാറ്റുവാൻ യേശുവിന് കഴിയും. കരമടിച്ച ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് വേദനയുടെ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന പ്രിയസഹോദരങ്ങളെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അല്ലേലൂയ. നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, അല്ലേലൂയ, നല്ലൊരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, സാലറിയുടെ വർധനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി, ക്ഷീരമേഖലയിൽ അഭിവൃദ്ധി, ബിസിനസ്സിൽ ഉയർച്ച വരാൻ വേണ്ടി, തകർച്ചകളിൽ ഒരു ഉന്നതമായ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നീ വിശ്വസിക്കുന്ന ദൈവത്തെയാണോ വിശ്വസിക്കുന്നത്? അബ്രഹാമിന്റെ വിശ്വാസം നിനക്കുണ്ടോ എങ്കിൽ ആ വിശ്വാസം നിന്നെ സംരക്ഷിക്കും, രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അരികിൽ കടന്നു വന്നവരാരും നിരാശിതരായി മടങ്ങിയില്ല. രക്തം ചെയ്യാം. യേശുവിന്റെ അരികിൽ കടന്നു വന്നവരാരും നിരാശപ്പെട്ടു പോയി. നീ വിശുദ്ധ വേദപുസ്തകം എടുത്തവർ, സത്യവേദപുസ്തകം എടുത്തവർ നിരാശപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ശക്തമായ ദൂത് പറയുക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കും, പഠിക്കും, സംസാരം ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു. ചിലരൊക്കെ വളരെ ഭാരത്തോടു കൂടി ഞെരുങ്ങിയിരിക്കുന്നു. കണ്ണുനീരാണ്. പ്രഭാതത്തിൽ എന്ത് ചെയ്യുമെന്നോർത്ത് സങ്കടപ്പെടുന്ന
കേൾക്കുന്ന ചിലര് ആമീൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ഇന്ന് പകൽ അവരോട് ദൈവാത്മാവ് പറയുന്നത്, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ ദൈവമുണ്ട്. അവൻ നിന്റെ വിലാപത്തെ നിനക്ക് നൃത്തമാക്കി നിന്റെ രട്ടഴിച്ച് നിന്റെ സന്തോഷം ഒളിപ്പിക്കുന്നവനാണ്. സങ്കീർത്തനം 30:11 വായിച്ചു നോക്ക്. നിന്നോടുള്ള വാഗ്ദത്തങ്ങളാ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നീ ദൈവസേന വചനം പഠിക്ക്, വചനം കേൾക്ക്. മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത പോലെ ക്രിസ്തുവിനെ നീ തെരഞ്ഞെടുക്ക്. അവന്റെ വചനം തെരഞ്ഞെടുക്ക്. അവന്റെ പാതപ്പെടുത്തി എഴുതു കൊടുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്ക്. നിന്റെ വേദനകൾ, നിന്റെ വേദന സങ്കടങ്ങൾ അവന്റെ മുമ്പാകത്ത് പകരുന്നെങ്കിൽ അല്ലേലൂയ സ്തോത്രം, അതിനൊരു മറുപടിയുണ്ട്. രക്തം ചെയ്യും. നിന്റെ സങ്കടങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടെന്ന് ഇവിടെ വീണ്ടും ദൈവത്തിന്റെ വചനം, ഇന്നും അബ്രഹാം വിശ്വാസികളെ പിതാവെന്ന് വിളിക്കുന്നു. ആദ്യമായി അബ്രഹാമിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തെ ഉൽപ്പത്തി പുസ്തകം 12:1 വായിക്കുന്നു. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് കൽപ്പിച്ചപ്പോൾ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടുവെന്ന് അല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 12:4 വായിക്കുന്നുണ്ട്. അല്ലേലൂയ. അതേ കാലയളവിൽ അല്ലേലൂയ ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാ വിധത്തിലും കഷ്ടമുണ്ട്. അല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തേക്ക് വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് അബ്രഹാം തന്റെ പിതാവിനോട് ചോദിക്കാതെ, സഹോദരനോട് ചോദിക്കാതെ, മറ്റാരോടും ചോദിക്കാതെ, നിന്റെ ഭാര്യയായ സാറയോട് ചോദിക്കാതെ അല്ലേലൂയ വാഗ്ദത്തങ്ങൾ കേട്ട അബ്രഹാം ദൈവ വാക്ക് കൽപ്പിച്ച് പുറപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഭാഷ പഠിക്കണം, അവിടുത്തെ ജീവിത രീതി മനസ്സിലാക്കണം, ആ സ്ഥലത്തിന്റെ സൗകര്യങ്ങൾ, ആ സ്ഥലത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രം, രാഷ്ട്രീയ രംഗങ്ങളൊക്കെ പല വിധത്തിനായിരിക്കും. അതുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ പോവുകയാണ്. ഹല്ലേലൂയ. അതെ, ദൈവം നിന്നോട് പറയുന്ന വാക്കുകൾക്ക് മാറ്റമില്ല. ദൈവം നിന്നോട് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാലാഖിയുടെ പുസ്തകം 3:6 വാക്യം, യഹോവയായി ഞാൻ വാക്ക് മാറാത്തവൻ. എല്ലാവരും യഹോവ ദൈവം വാക്ക് മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നുവെന്ന് ദൈവജനം പറയാതെ, ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. മനുഷ്യൻ വാക്ക് പറഞ്ഞ് മാറും, മാതാപിതാക്കൾ വാക്ക് പറഞ്ഞ് മാറും, ഭർത്താവ്, ഭാര്യ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും വാക്ക് പറഞ്ഞ് മാറും. അയൽവാസികൾ വാക്ക് പറഞ്ഞ് മാറും, വിശ്വാസികൾ വാക്ക് പറഞ്ഞാൽ മാറും, ഇടയൻ വാക്ക് പറഞ്ഞാൽ മാറും. എല്ലാവരും വാക്ക് പറഞ്ഞാൽ മാറ്റി പറയും. പക്ഷെ ദൈവം വാക്ക് മാറ്റി പറയത്തില്ല. അത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിനക്ക് വേണ്ടി വാക്ക് മാറ്റി പറയാത്തവനാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അത് നിന്നെ അനുഗ്രഹിപ്പാൻ യേശു ആഗ്രഹിക്കുമ്പോൾ നീ ആ പാദപ്പെടുന്ന സാമ്യലിയ ഒന്ന് സമർപ്പണം ചെയ്ത് കൊടുത്താട്ട്. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി സ്തോത്രം. നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി മനുഷ്യന് മുമ്പ് തലതാഴ്ത്തി കൊടുക്കത്തില്ലേ? നിങ്ങൾ പോകുന്ന സമുദായം, പള്ളിയാകട്ടെ, അമ്പലമാകട്ടെ, മോസ്കാകട്ടെ, അവിടെ ചെന്നൊരു അനുഗ്രഹത്തിന് നിങ്ങൾ തല കുമ്പിടാറില്ലേ? നിങ്ങൾ പലരുടെയും മുമ്പിൽ തല കുമ്പിടാറില്ലേ? താമി മുട്ടുമടക്കാറില്ലേ? മുഴക്കാലും മടക്കി വീടാറില്ലേ? നീലത്ത് വീട് കിടക്കാറില്ലേ? നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രവേശനോ അങ്ങനെ ലോകത്തിൽ നിങ്ങൾ മാനുഷികമായി നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ വിശ്വാസത്താൽ അബ്രഹാം ദൈവത്തിനു തല താഴ്ത്തി കൊടുത്തതുപോലെ ഇവിടെ വിശ്വാസത്തിൽ നിനക്ക് ദൈവത്തിനും ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവൻ അണ്ടകർണാകത്ത് നിർമ്മിച്ച അഖിലാണ്ടത്തിന് സർവ്വ സൃഷ്ടമായ സർവശക്തനും സർവ്വവ്യാപിയുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പാകെ നിന്റെ തലയൊന്ന് താഴ്ത്തി കൊടുത്ത പാദപ്പെടുന്ന സാഷ്ടാംഗം വീണ് നിന്റെ കണതീരുകൊണ്ട് അവന്റെ പാദം കഴുകുന്നെങ്കിൽ ഹല്ലേലൂയ, ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരും. രക്തം ചെയ്യും. നമ്മൾ താഴ്ത്തി കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിന് താഴ്ത്തി കൊടുത്തു. ഹല്ലേലൂയ. അബ്രഹാമിനാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഹല്ലേലൂയ പ്രശ്നങ്ങളുണ്ട്. അന്നത്തെ സാഹചര്യങ്ങൾ ഒരുപാട് ആപത്തുകളുണ്ട്. സ്ഥലം മാറുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ഇന്നത്തെ പോലെ അല്ലെങ്കിൽ പ്രയാണം ചെയ്യാനുള്ള വാഹന സൗകര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ നമുക്ക് സ്ഥലം മാറി പോകാൻ നമുക്ക് ഇഷ്ടമുള്ള വാഹനങ്ങൾ പിടിച്ചു പോകാം. പക്ഷേ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ നിന്ന് വാഹനം പോലുമില്ല. അഥവാ യാത്ര ചെയ്യണമെങ്കിൽ കഴുതകൾ മാത്രമേ, കഴുതപ്പുറത്ത് മാത്രമാണ് സഞ്ചരിച്ചത്. എന്നാൽ അബ്രഹാം അല്ലെങ്കിൽ ദൈവത്തെ 100% വിശ്വസിച്ചു. ഇന്നത്തെ പോലെ പ്രയാണം ചെയ്യാൻ വാഹനങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തെ അങ്ങ് വിശ്വസിച്ചു. ഹല്ലേലൂയ. അബ്രഹാം പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിന് ചെറിയ പ്രായമാണ്. അബ്രഹാമിന് ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ 75 വയസ്സാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെറുപ്രായം എന്നൊക്കെ പറയുമ്പോൾ അബ്രഹാം ദൈവമാക്കുന്നത് 75 വയസ്സാണ്. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടവൻ പിന്നത്തേതിൽ വിശ്വാസികളെ പിതാവായി മാറി.
പ്രൈസോ, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രൈസോ, ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ എൻ്റെ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത് കേട്ടോ. അല്ലെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് നിൽക്കാൻ കഴിയത്തില്ല. വിശ്വാസം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അല്ലേലിയ, സ്തോത്രം. അല്ലേ, പലരും വിളിക്കുമ്പോൾ എന്താണ് തകർന്നു പാസ്, ഇനി എങ്ങനെ പോകും, എന്ത് ചെയ്യും? അത് ഞാനും ചോദിക്കുക, തകർന്നു എന്ത് ചെയ്യും, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അല്ലേലിയ, ഞാൻ ചോദിക്കുന്നത്, കർത്താവ് എങ്ങോട്ട് പോകും, എവിടെ കയറി കിടക്കും, എവിടെയാണ് രാസം, എവിടെയാണ് തല ചായ്ക്കുന്നത്, എവിടെയാണ് എനിക്കൊരു ഭവനം, ഇതൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. അത് ദൈവം നിലനിർത്തും. ദൈവ സമയത്തെല്ലാം ഭംഗിയായി ചെയ്യുന്നവനാണ്. പ്രൈസ്. ദൈവം എല്ലാം ഭംഗിയായി സമയത്ത് ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാം ദൈവത്തെ 100% വിശ്വസിച്ചതുപോലെ നിങ്ങൾ അബ്രഹാമിനെ ആമയെ പോലെ വിശ്വാസത്തിലേക്ക് വരണം. പ്രൈസോ. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം എവിടേറ്റും. കുറച്ച് പണം ഉണ്ടായത് കൊണ്ടോ, കുറച്ച് പേര് പ്രശസ്തി, കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടോ, കുറെ അറിവ് ലോകപരിജ്ഞാനമൊക്കെ ഉണ്ടായത് കൊണ്ടോ, നമുക്കെല്ലാം കൊണ്ടും നല്ല നിലയിലാണ്, നല്ല കുടുംബമൊക്കെ ആയതുകൊണ്ടോ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടണമെന്നില്ല. യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നാം ദൈവത്തിനെ താഴ്ത്തി കൊടുത്ത് വിശ്വസിക്കണം. ദൈവം ആരെന്നും വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്തുകാരൻ വിശ്വാസിയോട് ചോദിച്ചു, ഹല്ലേലൂയ, യേശുക്രിസ്തു ഉണ്ടെന്ന് എങ്ങനെ അറിയാം? യേശുക്രിസ്തു ദൈവത്തിനാണെന്ന് എങ്ങനെയാണ് വെളിപ്പെടുന്നത്? യേശുക്രിസ്തു ദൈവമാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വിശ്വാസിയാന്ന് ഓർത്തോണം. ലേലിയ ആ സഹോദരൻ പലപ്പോഴും എന്നെ വിളിച്ച് ചില കുടുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എനിക്കൊന്നും ഒന്നേ അദ്ദേഹത്തിന് എന്തോ മാനസിക പ്രയാസം, അല്ലെങ്കിൽ അതിന് നമ്മളെ വാക്കിൽ കൊടുക്കാൻ, യേശുവിനെ വാക്കിൽ കൊടുക്കാൻ പലരും ശ്രമിച്ചതുപോലെ. അപ്പൊ ഞാൻ ആ സഹോദരൻ എന്നാൽ അറിയാവുന്നവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ആ വാക്കുകളൊക്കെ ഒന്ന് വാട്സപ്പിക്കണോ? ഞാൻ അതപ്പോൾ തന്നെ വചനം നോക്കിയിട്ട് ആ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെന്നേ. ഇല്ലെന്നേ, വചനം ഇത് വിശ്വാസികളാണെങ്കിൽ പോലും പലർക്കും വിശ്വാസമില്ലെന്ന്. വിശ്വാസികളാണ്, ആരെ കാണിക്കാനോ വേണ്ടിയിട്ട് ഈ പുസ്തകം എടുത്ത് ഞായറാഴ്ച പള്ളിയിൽ പോവുകയും വെള്ളിയാഴ്ച പോവുകയും മറ്റു മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുന്ന അനവധി ആളുകളുണ്ട്. പക്ഷേ അവർ ഉള്ളിൽ വിശ്വാസമില്ല. അല്ലേ, ഉള്ളിൽ വിശ്വാസമില്ലാതെ കർത്താവിനെ അനുഗമിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നിന്റെ സകല വിഷയത്തിലും പരിഹരിക്കുവാൻ യേശു മതി എന്നുള്ള വിശ്വാസം എപ്പോൾ നിന്റെ ഉള്ളിൽ വരുന്നോ, അത് നിന്റെ ഹൃദയത്തിൽ നിറയുന്നു, ആ സമയമാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തിയുമായിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള അനുഭവം. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി യേശുവിനെ നോക്കാൻ പറയുന്നത്. ഇവിടെ നമുക്ക് ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നത്, എന്നെ കേൾക്കുന്ന ദൈവത്തിന് മക്കളെ, അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് അവകാശമാക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൈവശമാക്കണം. എന്ത് ചെയ്യണം? വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തിലേക്ക് കടന്നു വരാനും കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, വിശ്വാസം എന്നാൽ എന്തെന്ന് ചോദിക്കുന്നവരുണ്ട്. വിശ്വാസം എന്നാൽ എന്ത്? കർത്താവ് തന്നെ നടത്തും, കർത്താവിനെ രക്ഷിക്കും, കർത്താവിനെ സംരക്ഷിക്കും, കർത്താവിന്റെ കൽപ്പന എന്റെ പ്രാർത്ഥന കേൾക്കും, കർത്താവിന്റെ രോഗം മാറ്റും, കർത്താവിന്റെ കഷ്ടത മാറും, കർത്താവിന്റെ പ്രതിസന്ധികൾ മാറും. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, എന്റെ കുടുംബ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ ദൈവം വിടുവിക്കും എന്നുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം വിശ്വാസ വീരന്മാരുടെ പട്ടികയുടെ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് പറയുകയാണ്, പൗലോസ് കൂടെ സംസാരിക്കാൻ, വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും. വിശ്വാസം എന്താ? ആശിക്കുന്നതിന് ഉറപ്പാ. നീ എന്താശിക്കുന്നോ ആശിക്കുന്നതിന് ഉറപ്പാ വിശ്വാസം. കാണാത്ത ആശിച്ചത് കണ്ടിട്ടില്ല, ആ കാണാത്ത കാര്യങ്ങൾ ഉറപ്പാ വിശ്വാസം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വായിക്കുമ്പോൾ ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്ന ഈ അധ്യായം മുഴുവൻ ഹബക്കൂക്ക് 2:4 അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസംഗമാണെന്ന് പറയാം. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഈ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ 3 ഭാഗത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ വിഷയത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം എഴുതുമ്പോൾ പഴയ നിയമത്തെ ഹബക്കൂക്കിന്റെ പുസ്തകം 2:4 ഉദ്ധരിച്ചുകൊണ്ട് വലിയൊരു പ്രസംഗം പോലെയാണ് ഈ 11-ാം അധ്യായം നടക്കുന്നത്. ഈ പറഞ്ഞ വാക്യം പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് 3 പ്രാവശ്യം 3 വിഷയത്തിനാണ്. റോമാലേഖനം 1:18 നീതിമാൻ എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന പ്രാധാന്യം കൊടുത്ത് റോമാലേഖനം 1:18 പറയുന്നുണ്ട്. രണ്ടാമത് ഗലാത്യ ലേഖനം 3:11 വിശ്വാസത്താൽ എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു. വിശ്വാസത്താൽ എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു. മൂന്നാമത്തത് എബ്രായ ലേഖനം 10:30 ജീവിക്കും എന്നതിന് പ്രാധാന്യം. അല്ലെങ്കിൽ അങ്ങനെ 3 കാര്യങ്ങൾ. ഒന്ന് അല്ലെങ്കിൽ നീതിമാൻ,
2 വിശ്വാസത്താൽ 3 ജീവിക്കും എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വചനം എഴുതി തരുമ്പോൾ അല്ലേരിയ നമ്മൾ ഈ വചനം അങ്ങ് വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ഭാഗത്തും നീതീകരിക്കുന്ന വിശ്വാസവും എബ്രായ ലേഖനത്തിൽ ജീവിക്കുന്ന വിശ്വാസമാണ് പ്രാധാന്യം. നമ്മുടെ രക്ഷ വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ തുടരുന്നു. അല്ലേരിയ പ്രത്യാശ, സ്നേഹം, അല്ലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 വിഷയങ്ങളെ കുറിച്ച് അല്ലേരിയ 3 പ്രബോധനത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വിശ്വാസം, പ്രത്യാശ, അല്ലേരിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിറയണം. അപ്പം വിശ്വാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. വിശ്വാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നീ കടന്നു പോകുന്ന സകല മേഖലയിലും നീ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. വിശ്വാസമാണല്ലോ എല്ലാം, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രോതാവേ, ദൈവം നമ്മെ കൈവിടത്തില്ല, ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയിൽ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞവൻ ഏക കർത്താവ് യേശുക്രിസ്തു മാത്രം. നമ്മുടെ ദൈവം ഏകനാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അവനെപ്പോലെ വേറൊരു ദൈവമില്ല. സകല ദേവന്മാരിൽ ശ്രേഷ്ഠനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ കാണുന്നതിന്റെ എല്ലാ ഉടമസ്ഥൻ, ഹല്ലേലൂയ, നമ്മുടെ സൃഷ്ടാവ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ സൃഷ്ടമാണെന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. അതില്ലാത്ത ഒരുപാട് നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാരും ദുരുപദേശകന്മാരും അനവധി വാദപ്രതിവാദങ്ങൾ സംവാദങ്ങളൊക്കെ നടത്തുന്ന പലരുമുണ്ട്. കർത്താവായ യേശു സൃഷ്ടാവല്ലെന്നും ദൈവമല്ലെന്നൊക്കെ പറഞ്ഞ് ബാധിക്കുന്ന അനവധി വേർപെട്ട കൂട്ടങ്ങളെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലും പലരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്കൊന്നും വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ എത്താൻ കഴിയില്ല. അവർക്കൊന്നും നിത്യതയിൽ എത്താൻ കഴിയില്ല. വിശ്വാസത്തിൽ കൂടെ ജീവിച്ച്, വിശ്വാസത്തിൽ വളർന്ന്, വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച്, വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ വിശ്വാസത്തിലൂടെ നിത്യതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനും പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും വിശ്വാസമാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു ജോലി ചെയ്യുന്നത് വിശ്വാസത്താലല്ലേ? നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വിശ്വാസത്താലല്ലേ? നിങ്ങൾ പഠിക്കുന്നത് വിശ്വാസത്താലല്ലേ? നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ഒരു ഓഫീസ് കയറി ഇറങ്ങുന്ന വിശ്വാസത്താലല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൽ ഒരു വിത്ത് നടന്നത് വിശ്വാസത്താലല്ലേ? നിങ്ങളൊരു ചെടി നടന്ന വിശ്വാസത്താലല്ലേ? നിങ്ങളൊരു 6 മറുകര കടക്കാൻ പോകുന്ന വിശ്വാസത്താലല്ലേ? ഹല്ലേലൂയ. വിശ്വാസമില്ല നിങ്ങൾക്ക് മറുകര കടക്കാൻ കഴിയുമോ? ഇല്ല. ഇടയ്ക്ക് വെച്ച് തോണി മുങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? നമ്മൾ വെള്ളത്തിൽ പോകില്ലേ? അതുകൊണ്ട് നിങ്ങൾ കയറിയിരിക്കുന്ന തോണിയാകട്ടെ, വഞ്ചിയാകട്ടെ, ഹല്ലേലൂയ, അത് ബോട്ടാകട്ടെ, കപ്പലാകട്ടെ, അത് മറുകര എത്തിക്കൂ എന്നുള്ള വിശ്വാസമുള്ളവരും നിങ്ങൾ അത് കയറിയത്. വിശ്വാസമില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അതെല്ലാം വിശ്വാസമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കകത്തും വിശ്വാസമുണ്ട്. പ്രൈസ്. ആ വിശ്വാസം നിന്റെ ഉള്ളിൽ പകർന്നത് കർത്താവാ. ആ വിശ്വാസം നിന്റെ ഉള്ളിൽ പകർന്ന കർത്താവായതുകൊണ്ട് നിന്നെ സൃഷ്ടിച്ചവൻ, നിന്റെ നിർമ്മിതാവ്, നിന്നെ ഉണ്ടാക്കിയവൻ, നിന്റെ സകലത്തിനുമേരെ അധികാരിയാക്കി വെച്ചവൻ, നിനക്ക് ജീവൻ നൽകുന്ന, ശ്വാസം നൽകുന്ന, നിനക്ക് സൗന്ദര്യം തന്ന, നിനക്ക് വിദ്യാഭ്യാസം, നിനക്ക് അറിവ് തന്ന്, കഴിവ് തന്ന്, നിനക്ക് നല്ലൊരു സ്തോത്രം, പരിജ്ഞാനം, വിവേകം തന്ന്, ബുദ്ധി തന്ന്, ജ്ഞാനം തന്നതെല്ലാം സൃഷ്ടാവായി ദൈവം യേശുക്രിസ്തുവാണെന്ന് നീ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാം യേശുവാണെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. എങ്കിൽ നിന്റെ വിശ്വാസം ദൈവം കണക്കിടുക തന്നെ ചെയ്യും. ഇതാണ് അബ്രഹാം സകലത്തിൽ ദൈവത്തെ വിശ്വസിച്ചു. ഹല്ലേലൂയ. മുമ്പിലൊന്നുമില്ലാതിരുന്നിട്ടും മുമ്പോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല, വിജനമായ അനുഭവമാണെങ്കിലും അങ്ങ് യാത്ര തുടരുകയാണ്. ഹല്ലേലൂയ. കൂടെ അബ്രഹാമിന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, ആടുമാട് കന്നുകാലികളൊക്കെ ഉണ്ട്, അബ്രഹാമിന്റെ പിതാവും ഒക്കെ കൂട്ടത്തിലുണ്ട്. ഒറ്റ യാത്രയാ. എങ്ങോട്ടാ എന്നറിയാതെ, എവിടേക്കെന്നറിയാതെ ലക്ഷ്യസ്ഥാനത്ത് ഒരു വാഗ്ദത്ത കനാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവി, ഒരു വാഗ്ദത്ത കനാന്റെ അനുഭവം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. അത് വാങ്ങാൻ നീ താല്പര്യമുണ്ടോ? അത് വാങ്ങാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനുള്ള സമർപ്പണം നിനക്കുണ്ടോ? അതിനുള്ള വിശ്വാസം നിനക്കുണ്ടോ എന്ന് കർത്താവ് നിന്നെ ശോധന ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ സകല ചിന്താഗതികൾക്ക് മാറ്റം വരുത്തിയിട്ട്, നിന്റെ ഉള്ളിലെ യുക്തിയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട്, തട്ടാമുട്ടി ചോദ്യങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ മാറ്റി, അന്ധവിശ്വാസങ്ങൾ മാറ്റി കളഞ്ഞിട്ട്, ഹല്ലേലൂയ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ നീ ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം കർത്താവ് വഴി എങ്ങോട്ടാന്ന് ചോദിച്ചു, വഴി എത്തിരിക്കാന്ന് ചോദിച്ചു. നമ്മൾ പോകുന്ന വഴിക്ക് വഴി ചോദിക്കും, സാറേ അല്ലെ ചേട്ടാ ആ വഴി എങ്ങോട്ടാ? അബ്രഹാം വഴിയൊന്നും ചോദിക്കുന്നില്ല. ദൈവം പറഞ്ഞ വാക്ക് കേട്ടങ്ങ് പോവുക. ആ വാക്ക് കേട്ട് പോകുന്ന യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശ്വാസം,
അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ കർത്താവ് കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിൽ പോവാന്ന് പറഞ്ഞാൽ കടലിലേക്ക് ചാടിപ്പോന്ന് പറഞ്ഞത് അങ്ങനെ സംഭവിക്കുന്നത് പറയുന്നത് അല്ലേ. വിശ്വാസമാണ് എല്ലാത്തിനും. ഞാൻ ആദ്യകാലത്തൊക്കെ വചനം പഠിച്ചു വരുമ്പോൾ എൻ്റെ വിശ്വാസം എപ്രകാരം എന്ന് വെച്ചാൽ ഒരു എന്താ ആടി ഉലയുന്ന വിശ്വാസം. എന്നെ കാരണം ബൈബിൾ അറിയില്ല, ബൈബിൾ വേണ്ടത്ര പോയി പഠിച്ചിട്ടില്ല. അങ്ങനെ സെമിനാരിയിൽ വന്ന് വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും വല്ലറിയ എന്നോട് ഓരോരുത്തർ സംസാരിച്ചതും എല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പുസ്തകം ആവർത്തിച്ചു വായിച്ച്, എന്ത് പുസ്തകം? സത്യവേദ പുസ്തകം ആവർത്തിച്ച് വായിക്കാൻ തുടങ്ങി. ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾക്കും വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം. ഈ വചനം എന്ന് പറയുന്നത് യേശുവാ. ഹല്ലേലൂയ. വചനത്തിൽ വിശ്വസിക്കണം, രക്തം ചെയ്യും. ഇവിടെ വചനം പറയുന്നത്, ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തെ കർത്താവിൽ വെക്കുക. അവനാണ് നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭാവി കാലം അവന്റെ കയ്യിലിരിക്കുക. അവന് നിങ്ങൾ പ്രത്യാശ വെച്ച് വിശ്വാസത്തോടെ മുന്നേറണം. നിങ്ങളുടെ സകല ചുമതലകളെയും കർത്താവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച്, ഹല്ലേലൂയ, നിങ്ങളുടെ വർത്തമാനകാലത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവി കാലത്തെക്കുറിച്ച് എല്ലാം നേരിട്ട് മുന്നമേൽ അറിഞ്ഞവൻ കർത്താവാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് നിന്റെ വിശ്വാസം കർത്താവിൽ വെക്കണം. നീ ഭാരപ്പെടുന്ന വിഷയങ്ങളെല്ലാം കർത്താവിന്റെ മേൽ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നീ ദൈവത്തിൽ വിശ്വാസത്തെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ഉത്തരവാദിത്തങ്ങൾ, നിന്റെ ചുമതലകൾ മുഴുവൻ കർത്താവ് ഏറ്റെടുക്കും. പ്രൈസ് ലേരിയ. നിന്റെ ചുമതലകൾ മുഴുവൻ കർത്താവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഫ്രീ ആയി മാറും. പ്രൈസ് അല്ലേരിയ. നമ്മൾ ഞാൻ പണ്ടൊക്കെ പറഞ്ഞു കേട്ടില്ല, ഓരോ മെസ്സേജിലൊക്കെ എടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ആമി കുടുംബമായി മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് പെൺമക്കളൊക്കെ വളർന്നു വന്ന വീട്ടിൽ അല്ലുയ മാതാപിതാക്കൾ പെൺമക്കളെ സ്ത്രീധനം കൊടുത്ത് വേണമല്ലോ കെട്ടിക്കാൻ. അന്നും ഇന്നും സ്ത്രീധനമുണ്ടല്ലോ, സ്ത്രീധനമില്ല, സ്ത്രീധനം ചോദിക്കൽ, സ്ത്രീധനം കൊടുക്കുന്ന കുറ്റകരമാണെന്നൊക്കെ പറഞ്ഞാലും അല്ലരിയ ഒരു വീട്ടിൽ പെണ്ണിനെ കെട്ടിക്കാനുണ്ടെങ്കിൽ അല്ലരിയ ബ്രോക്കറിലൂടെ കല്യാണം നടത്തുമ്പോൾ ബ്രോക്കർ ചോദിക്കും നിങ്ങൾ എന്ത് കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത്. അല്ലരിയ ബ്രോക്കർ ആ ചോദിക്കും നിങ്ങൾ എന്ത് കൊടുക്കും. അല്ലേരിയ വീട്ടുകാർ ചോദിക്കും ബ്രോക്കറിനോട് എന്ത് കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടാ പിന്നെ അവർ വരുന്നത്. അപ്പൊ ഇന്ന് സ്ത്രീധനമുണ്ടെന്ന് അല്ലരിയ ഇല്ലെന്നൊക്കെ പറയുന്നവരും അല്ലരിയ വെറുതെ പറയുന്നതാ. എന്ത് കൊടുക്കുന്ന ചോദ്യം ഇപ്പോഴും ഉണ്ട്. അപ്പം വല്ലൊരു സ്വോത്രം വല്ലൊരിയ. ഇവിടെ നമ്മൾ അങ്ങനെ ഭാരപ്പെടുകയാണ്. പേരൻസ് ഭാരപ്പെടുക, എന്റെ മകളെ കെട്ടിച്ചയക്കണമല്ലോ. അങ്ങനെ മകൾക്കൊരു കല്യാണം വന്നു. ചെറുക്കന് പെണ്ണ് ഇഷ്ടപ്പെട്ടു. ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ കല്യാണം കഴിപ്പിച്ച് പെൺമക്കളെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ ഭവനത്തിലേക്ക് അയച്ചു കഴിയുമ്പോൾ ആ പിതാവ് കസേരയിൽ നിന്ന് നെടുവേർപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. ഒന്ന് സ്വസ്ഥമായി. ഞാനൊരു മെസ്സേജ് കേട്ടോ, ഞാനത് പിന്നെ ചിന്തിച്ചു, ശരിയാ അല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് സ്വസ്ഥമാകുക എന്ന് പറഞ്ഞാൽ ആ പിതാവിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചു. അല്ലെ എന്ന് പറഞ്ഞ പോലെ നിന്റെ വിശ്വാസം നീ ദൈവത്തിൽ വെക്ക്, നിന്റെ ആവശ്യങ്ങൾ ദൈവത്തിൽ വെക്ക്. നിന്റെ മക്കളുടെ ആവശ്യമായിരുന്ന നിന്റെ ഭർത്താവിന്റെ, ഭാര്യയുടെ, കുടുംബത്തിന്റെ, ജീവിതത്തിന്റെ, ജോലിയുടെ, കൃഷിയുടെ, സമ്പത്തിന്റെ, ബിസിനസിന്റെ, ശാരീരികമായ, മാനസികമായ, ആത്മീയമായ ഏത് പ്രശ്നമായിരുന്ന നീ യേശുവിൽ വെച്ചു കൊടുക്ക. അല്ലേരിയ നിന്റെ ആ ഉത്തരവാദിത്വം, നീ ഭാരപ്പെടുന്ന വിഷയത്തെ യേശു ഏറ്റെടുക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് ഏറ്റെടുത്താൽ നീ പിന്നെ തളരേണ്ടി വരത്തില്ല. ഇന്ന് പകൽ അല്ലിയ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ഹല്ലേലൂയ നാളുകളായി കിടക്കയിൽ കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന, ക്യാൻസറായി ഭാരപ്പെടുന്ന, അല്ലിയ ബ്ലഡ് ക്യാൻസറുകളാൽ, ബ്രസ്റ്റ് ക്യാൻസറുകൾ, അതുപോലെ തന്നെ ബോൺ ക്യാൻസറുകൾ, അല്ലേരിയ അലീസ്, അതുപോലെ തന്നെ മജ്ജയ്ക്കകത്ത്, അസ്ഥിക്കകത്ത് ക്യാൻസറുകൾ, അല്ലേരിയ സ്തോത്രം. ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന, അല്ലേരിയ ചില മാരകമായ രോഗങ്ങൾ ശരീരത്തിൽ, കൈകാലുകളിൽ, ചില അലർജിയുടെ അസ്വസ്ഥതകൾ, ഹാർട്ടിന്റെ പ്രയാസങ്ങൾ, കിഡ്നിയുടെ പ്രയാസങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ രോഗത്താൽ ഭാരപ്പെട്ട് എങ്ങനെ സർജറി നടക്കും, എങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എവിടെ പരിഹാരം കിട്ടുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നില്ലേ? അല്ലുലിയ നരിയാണി ഉറപ്പിച്ച് എഴുന്നേൽപ്പം കഴിയാതെ നീ കിടന്നിട്ടുന്ന ആളുകളായില്ലേ? അല്ലേലിയ നിറകണ്ണുകളോടെ നീ പലരോടും സഹായം അഭ്യർത്ഥിച്ചില്ലേ? നിന്റെ വാക്കുകൾ എല്ലാവരും തിരസ്കരിച്ചിരിക്കുന്ന അനുഭവമാണോ? ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഭക്തമായി പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ നീ ദൈവത്തിൽ വിശ്വസിച്ച് നിന്റെ പ്രശ്നങ്ങളെ അവന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിനക്ക് വേണ്ടി ചില കൂട്ടുവഴികൾ തുറക്കും. രക്തം ചെയ്യാൻ വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. അങ്ങനെയൊക്കെയാണ് കേട്ടോ, നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും.
രക്തചയം പ്രൈസറോ ലേരിയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ എൻ്റെ ആഗ്രഹം എന്താ, ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, അതിനകത്ത് അത്ഭുതം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ ദൈവത്തിന്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും ഉണ്ടാകണം. ഞാൻ ഇന്ന് കർത്താവ് ഇന്നെൻ്റെ രാവിലെ പ്രാർത്ഥന കർത്താവ്, ഇന്നെൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം. എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, ഒഴിച്ചുകൂടാനകത്ത് ആവശ്യമാണ്. കർത്താവ്, ഇന്നെൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്ന് ഞാൻ കഴിഞ്ഞ രാത്രി കിടക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ രാത്രി പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇന്നെൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്ന് ഞാനത് വിശ്വസിച്ചിരിക്കുകയാണ്. എൻ്റെ അത് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസലോ. വിശ്വാസം ഉണ്ടോ ശ്രോതാവേ? വിശ്വാസം ഉണ്ടോ മാതാവേ? ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. അല്ലേ? ഈ അബ്രഹാമിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളതാണെങ്കിലും ഇത് വീണ്ടും ആവർത്തിക്കുന്നത്, പലരും വിശ്വാസത്തെ ക്ഷീണിച്ചു പോയെന്ന്, വിശ്വാസം തളർന്നുപോയി, പലരും പിന്മാറിപ്പോയി. അല്ലേലൂയ. പലരും പരാജിതരായി, വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി പലരും. ഒരിക്കലും അരുത്. വിശ്വാസത്തിൽ തളരരുത്, ക്ഷീണിക്കരുത്, മടുക്കരുത്, അവിശ്വാസം ഉണ്ടാകരുത്, വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്. അബ്രഹാം വിശ്വസിച്ചതുപോലെ നീ വിശ്വസിക്കണം. ഏത് തകർച്ചയുടെ നടുവിലും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ഒറ്റ യാത്ര വിശ്വാസത്താൽ. ഉൽപ്പത്തി പുസ്തകം 12:10 വരുമ്പോഴാണ് തോന്നുന്നു, വായിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു, തളർന്നില്ല. ക്ഷാമം ഉണ്ടായപ്പോൾ തകർന്നില്ല. ദാരിദ്ര്യം വന്നപ്പോൾ തകർന്നില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ ഭവനത്തിൽ ഒരു പണി അരിയില്ലെങ്കിൽ നീ തളരരുത്. ഒരു നേരത്തെ കറിക്ക് വെക്കാനുള്ള സാധനമില്ല തളരരുത്. നിന്റെ പേഴ്സിൽ പൈസയിൽ തളരരുത്. നിന്റെ അക്കൗണ്ടിൽ ബാലൻസിൽ തളരരുത്. ഹല്ലേലൂയ. നിനക്ക് ജോലിയിലായിട്ട് പറഞ്ഞ് തളർന്നു പോകരുത്. നീ വിശ്വസിക്ക്. വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ അവൻ്റെ ഉള്ളത്തിൽ ദൈവത്തെ പ്രസാദമില്ലെന്ന്. എൻ്റെ ദൈവം വിശ്വാസം ജീവിക്കും. പിന്മാറുന്നെങ്കിൽ എൻ്റെ ഉള്ളത്തിന് പ്രസാദമില്ലെന്ന് ദൈവത്തിന് എബ്രാഹിം 10:38 തോന്നുന്നു വായിച്ച് കാണാൻ കഴിയും. അതെ, വിശ്വാസത്തിൽ പിന്മാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ പിന്മാറിയാൽ പിന്നെ പരാജയമാണ്, പിന്നെ തകർച്ചയാണ്, പിന്നെ ഉലച്ചിലാണ്, അലച്ചിലാണ്, സങ്കടമാണ്, നിന്ദയാണ്, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു നടുക്കടലിൽ ചെന്ന് വീഴുന്നത് പോലെ വിശ്വാസത്തെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ നീ ചെന്ന് ചാടും. നടുക്കടലിൽ ചെന്ന് വീണാത്ത സ്ഥിതി രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ നീ തളർന്നാൽ നടുക്കടലിൽ ചെന്ന് വീഴുന്നത് പോലെയാ. നിന്റെ വിശ്വാസം നിന്നെ തളർത്തുവാൻ, വിശ്വാസം നിന്റെ ഉള്ളിൽ മാറ്റികളെ, വിശ്വാസം നിന്നെ പിന്തിരിപ്പിക്കുവാൻ, പിന്നോക്കം കൊണ്ടുപോയി സാത്താൻ പിശാച് പല ആലോചനകൾ കൊണ്ടുത്തരും. അവിശ്വാസം നിന്റെ ഉള്ളിൽ സൃഷ്ടിക്കും. ഹല്ലേലൂയ. അവൻ പറയും, ദൈവമില്ലെന്ന്. നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നീ ഉപവസിച്ചിട്ട് കാര്യമില്ല, നീ ബൈബിൾ എടുത്തിട്ട് കാര്യമില്ല, നീ കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് കാര്യമില്ല, നീ സഭയിൽ പോയിട്ട് കാര്യമില്ല, നീ വേഷഭൂഷാതെ കളഞ്ഞ് വിശുദ്ധ വേഷം ധരിച്ചിട്ട് കാര്യമില്ല, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ സാത്താൻ നിന്റെ ചെവിയിൽ പറഞ്ഞേക്കാം. അവനോട് പിശാചി എന്ന് പറയുവാൻ നിനക്ക് കഴിയണം. സാത്താനി എന്ന് പറഞ്ഞ് അതിന് നീ ജയം പ്രാപിക്കണം. എന്റെ ദൈവം നിന്നെ കൈവിടുകയില്ലെന്ന്. രക്തം ചെയ്യും. യേശു നിനക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം വിട്ടിറങ്ങി വന്നത്. ഹല്ലേലൂയ. നിന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ, നിന്റെ ശാപങ്ങളെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ, നിന്റെ കുടുംബത്തിന്റെ ഇരുട്ടിനെ മാറ്റുവാൻ, ഇരുളിന്റെ അനുഭവത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാൻ, നിനക്ക് വെളിച്ചം പകരുവാൻ, കുടുംബത്തിൽ വെളിച്ചം പകരുവാൻ, തലമുറയ്ക്ക് പ്രകാശം പകരുവാൻ, നിന്റെ കഷ്ടത മാറ്റുവാൻ, നിന്ദ മാറ്റുവാൻ, രോഗം മാറ്റുവാൻ, പ്രതിസന്ധികൾ മാറ്റുവാൻ വേണ്ടിയിട്ട് യേശു നിനക്ക് വേണ്ടി മാത്രമാണ് സ്വർഗമഹിമകളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്നത്. അവൻ നിനക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. നിന്റെ പാപം ഏറ്റെടുത്താണ് മരിച്ചത്. അവന്റെ രക്തം നിന്റെ ശുദ്ധീകരണമാണ്. നിന്റെ പാപത്തിന്റെ കറകളെ പോകും. നിന്റെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു നിനക്ക് വേണ്ടി മാത്രമാകുന്നത്. ഞാൻ പറയും, യേശു എനിക്ക് വേണ്ടി മാത്രം വന്ന് വിശ്വസിക്കുന്നതായ. അങ്ങനെ നിങ്ങളങ്ങ് വ്യക്തിപരമാണല്ല, വ്യക്തിപരമാണ്. ഹല്ലേലൂയ. അതെ, വ്യക്തിപരമായ യേശുവിന് എന്റെ ഹൃദയത്തിൽ അത്രമാത്രം സ്ഥാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി നിന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് എത്രമാത്രം സ്ഥാനമുണ്ട് ശ്രോതാവേ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. നിങ്ങളുടെ ഭാവി കാലം മുഴുവൻ അറിയുന്നവൻ, ഈ വർത്തമാന കാലത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നും എന്തെല്ലാം പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവൻ യേശുവാണ്. അതുകൊണ്ട് 75 വയസ്സായ അബ്രഹാമിനെ ദൈവം ആമി 3 പ്രാവശ്യം സന്തതികളെ വാഗ്ദത്തം ചെയ്തത് കാണാൻ കഴിയും. ഒന്നാമത്, ഭൂമിയിലെ പൊടി പോലെ നിന്റെ സന്തതിയാക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം
28:14 രണ്ടാമത്തേത് കടൽക്കരയിലെ മണൽ പോലെ നിന്റെ സന്തതിയാക്കുമെന്നും മൂന്നാമത് ആകാശ നക്ഷത്രങ്ങളെ പോലെ വീണ്ടും നിന്റെ സന്തതിയാക്കുമെന്നും വേദപുസ്തകത്തിൽ വാഗ്ദത്തമാണ്. അബ്രഹാമിന് ഒരുപാട് വാഗ്ദത്തങ്ങൾ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എന്റെ സന്തതിയെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഹല്ലേലൂയ. സന്തതിയില്ലാത്ത പുത്രോത്പാദനം, മക്കളില്ലാതെ ഭാരപ്പെടുകയാണോ? ഹന്നെ പോലെ ഹല്ലേലൂയ. ഹന്നെ പ്രാർത്ഥിച്ചു, എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ ഹല്ലേലൂയ ഞാൻ അവനെ ദൈവത്തിന് വേണ്ടി നൽകും. ഹല്ലേലൂയ. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവക്കൊരു പുരുഷപ്രജയെ കൊടുത്തവന് ശമൂവേലിന് പേരിട്ടു. മുലകുടി മാറിയപ്പോൾ കുട്ടി ആലയത്തിൽ കൊണ്ടുവന്ന് ഏലി പുരോഹിതന്റെ അടുക്കൽ കൊടുത്തു. ശമൂവേൽ ആലയത്തിൽ വളർന്നു. അവളുടെ പ്രാർത്ഥന ദൈവം വീണ്ടും കേട്ടു. അവർ ഹന്നയുടെ ഗർഭം വീണ്ടും ദൈവം തുറന്നു. അവൾക്ക് 5 മക്കളെ കൂടെ വീണ്ടും കൊടുത്തു. കണ്ടോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഹന്നയ്ക്ക് ഇപ്പൊ എത്ര മക്കളാണ്? 6 മക്കളാണ്. പ്രൈസ്. അതെ, സന്തതിയില്ലാതെ നീ ഭാരപ്പെടുകയാണോ? ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ പൊടിയെ പോലെ നിന്റെ മക്കളെ, നിനക്ക് മക്കളെ നിന്റെ കുടുംബത്തൊരു സൊസൈറ്റി ആക്കിയെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവിശക്തമായി ദൂത് പറയുക. അബ്രഹാമിന് സാറയ്ക്ക് മകനെ കൊടുത്തവൻ ഹല്ലേലൂയ. ആമി മനോഹയ്ക്ക് ഹല്ലേലൂയ മകനെ കൊടുത്തവൻ, ശിംശോനെ കൊടുത്തവൻ ഹല്ലേലൂയ. ആമി ഹന്നയ്ക്ക് മക്കളെ കൊടുത്തവൻ ഹല്ലേലൂയ. ആമി എലിസബത്തിന് ഹല്ലേലൂയ. സക്കറിയാവിനും യോഹന്നാൻ സ്നാപകനെ കൊടുത്തവൻ. നിന്റെ ജീവിതത്തിലും തലമുറയെ തരാൻ ആഗ്രഹിക്കുക. വാഗ്ദത്തം വലുതാ. നിന്നോടുള്ള വാഗ്ദത്തം വലുതാ. നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവം പറഞ്ഞ് നിരക്കിയാൻ ശാലി സ്തോത്രം. അബ്രഹാം സന്തതിയുടെ വാക്ക് 1 ഭൂമിയിലെ പൊടി പോലെ, 2 ആമി കടക്കരയിലെ മണൽത്തരി പോലെ, 3 ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അല്ലെ നിന്റെ സന്തതി ഈ വണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാം. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവനെ കേൾക്കുന്ന പ്രശ്നം ദൈവമക്കളെ, അബ്രഹാമിന് ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസം പോലെ ഇസ്രായേൽ എന്ന വലിയ സന്തതിയെ ആമി പെറ്റെടുക്കുവാൻ അബ്രഹാമിന്റെ വിശ്വാസത്തിന് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ കർത്താവിനെ അവന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവേൻ. ആമി എണ്ണമറ്റ വാഗ്ദത്തങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറാൻ വേണ്ടി ആമി വിശ്വാസത്തോടെ ദൈവത്തിന്റെ പാതകളിലേക്ക് മടങ്ങിവാൻ. അങ്ങനെ വിശ്വാസി അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് ഗലാത്യലേഖനം 3:9 വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസോ. വിശ്വാസമുണ്ടോ? ഇന്ന് അബ്രഹാമിന്റെ അതേ അനുഗ്രഹം ദൈവം നിനക്ക് തരും. ഇത് പറയുമ്പോൾ ഞാനും അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് കാത്തിരിക്കുന്നതാണ്. ഞാൻ ഒരുപാട് നീറുന്ന പ്രശ്നമുണ്ട്. എന്റെ നീറുന്ന പ്രശ്നം മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനുഷ്യരോടൊക്കെ ഒരുപാട് പറഞ്ഞു, പക്ഷെ ഒരു പ്രയോജനമില്ല. ആരും ഒന്ന് ഗൗനിക്കാതെ പോലും നമ്മുടെ വാക്കുകൾക്ക് ഒരു വില പോലും തരാറില്ല. എങ്കിലും എനിക്ക് ഭാരമില്ല. അബ്രഹാമിനെ പോലെ ഞാൻ യേശുവിനെ വിശ്വസിക്കും. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. കർത്താവ് അത്ഭുതം കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല അധികം ഈശ്വർക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 143 കോടിയിലധികം ജനങ്ങളും തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, ലോക രാജ്യങ്ങളോട് കൂടി തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, ജനം പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിത ദുഃഖ വേദന, മാനസിക ശാരീരിക ഭൗതിക ആത്മീയ മേഖല പരാജയം, എന്ത് തൊട്ടാലും നഷ്ടം, എന്ത് ചെയ്താലും നഷ്ടം, ജീവിത ഉയർച്ചയില്ലാതെ കണ്ണുനീര് മാത്രം, ആമേ രോഗങ്ങൾ, ഭാരങ്ങൾ, കഷ്ടതകൾ, ശാപങ്ങൾ, കുടുംബത്തെ തകർക്കുന്ന, തലമുറയെ തകർക്കുന്ന അരാജകത്വത്തിന്റെ നടുവിൽ എവിടെ ഉയർച്ച, എവിടെ നന്മ കാണുമെന്ന് പലരും ഓർത്ത് ഭാരപ്പെട്ട് വിശ്വാസത്തെ ക്ഷീണിക്കുമ്പോൾ ഇന്ന് ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിന്റെ വിശ്വാസം വർദ്ധിച്ച് അബ്രഹാം വിശ്വസിച്ച് നീതിയെ കണക്കിട്ടതുപോലെ ഈ ജനത്തിന് വിശ്വാസം വർദ്ധിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, അന്ധവിശ്വാസങ്ങൾ മാറട്ടെ, സാത്താൻ കൊണ്ടുവരുന്ന സകല അന്ധവിശ്വാസം നീക്കി കർത്താവ് ജനം ദൈവത്തിൽ വിശ്വസിക്കട്ടെ. കർത്താവ് സ്കൂൾ വർഷം ആരംഭിക്കുന്നതിന്റെ പേരൻസിലേക്ക് ബലപ്പെട്ട കുഞ്ഞുങ്ങളെ ബലപ്രദമായി കാലവർഷമാണ് കർത്താവ്. കെടുതികൾ, നാശനഷ്ടങ്ങൾ ഇല്ലാതെ ജനത്തെ പ്രത്യേക കേരളത്തെ സൂക്ഷിക്കുന്നതായി ലോകരാജ്യങ്ങളെ ഏൽപ്പിക്കുന്നു. ലോകരാജ്യ അക്രമം വളരും, തീവ്രവാദങ്ങൾ വളരും, ഭീകരവാദം വളരും, വർഗീയത വളരുന്നു. അതിലേക്ക് ജനം കടന്നുപോകാതെ ജനം മടങ്ങുന്ന മാനസാന്തരം, രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്ന യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും ജനത്തിന് യാതൊരു മാനസാന്തരാതെ ലോകത്തെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ നിർമൂലനാശിച്ചു. ഒരു കൂട്ടം നമ്മെ
തന്ത്രശാലികൾ സാത്താനിശത്തിൽ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിലും ദൈവത്തിന്റെ കരം അത്ഭുതം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തെ തകർത്ത് കളഞ്ഞ് രോഗം രാജ്യത്ത് കണ്ണിലേക്ക് വരാത്തേക്കാതെ പ്രാർത്ഥിക്കുന്ന ജനത്തെ ക്രൈസ്തവ വിശ്വാസത്തെ നിർമൂലനം ചെയ്ത് ലോക ശാപത്തിലേക്കും പാപത്തിലേക്കും പോകാതെ ഈ ജനത്തിന് മാനസാന്തരപ്പെട്ട് മടങ്ങിയിരുവഞ്ഞുകൾ ദൈവങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ദേശത്ത് വിവിധ ജോലികൾ കഷ്ടം സഹിക്കുന്ന അധികാരവർഗങ്ങൾ ഭരണ സംവിധാനങ്ങൾ ന്യായാധിപന്മാർ യൂണിവേഴ്സിറ്റികൾ പോലീസ് അടക്കമുള്ള എല്ലാ ക്രമസമാധാന വ്യക്തികൾ കാക്കുന്ന അവ്യക്തികളായിരിക്കും ജനമടക്കം എല്ലാവരെയും കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയൊരു ചെറിയ എല്ലാ സമ്പന്നന്മാരെയും ശൈശവത്തിൽ ഭാര്യ കൗമാര യൗവനത്തിൽ വാർത്തിന്റെ അനുഭവത്തിൽ അശമയാചകർ ഓർഫനേജ് ഓടഞ്ഞു തടവറയിലായിരിക്കുന്ന കർത്താവ് വിദേശ രാജ്യങ്ങളിലും സ്വദേശമായിരിക്കുന്നവരെ രോഗത്താൽ ഭാരത്താൽ കടന്നുപോകുന്ന മാനസികമായി തകർന്ന ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന പലരെയും എന്നിവകൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ജനത്തെ സ്വസ്ഥത കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. ദൈവങ്ങളെ സ്നേഹിച്ച് കടന്നുപിടിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ അവിടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രങ്ങളുടെ വടക്കേറ്റിലെ അനേക സംസ്ഥാനങ്ങൾക്കകത്ത് ക്രൈസ്തവ സമൂഹത്തെ വേർപെട്ട കൂട്ടങ്ങളെ ക്രൈസ്തവ പുരോഹിതന്മാർ മിഷണറിമാർ സന്യാസിനികളെ ദൈവദാസന്മാരെ ദൈവമക്കളെ നിർമൂലനാശിനികളെ കൊന്നൊടുക്കുന്ന ഘരാളന്മാർ കിരാതന്മാർ ലോകരാജ്യങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്ന തീവ്രവാദ ശക്തികളെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവി ഇവർക്ക് മാനസാന്തരം മടങ്ങി മനുഷ്യനെ ജീവിപ്പം പരസ്പരം സ്നേഹമുള്ളവരെ പരസ്പരം സ്നേഹിക്കുന്നവരായി അധികാരത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി മനുഷ്യർ തമ്മിൽ വെട്ടിമരിക്കാതെ ഒരു ജനം മാനസാന്തരം മടങ്ങി വരുവാൻ ഈ ജനത്തെ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹത്തിൽ സമാധാനം വയ്ക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും വാൻസലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന നിരവധി ആളുകൾ കർത്താവ് കുടുംബജീവിതം തകർന്ന് ശരീരമായി തകർന്നു കിടക്കുന്ന ഭാര്യവർത്ത സംശയ ജീവിതങ്ങൾ തകർന്ന് മക്കൾ മാതാപിതാക്കൾ ബഹുമാനിക്ക് അനുസരിക്കാതെ കടന്നുപോകുന്ന ലഹരിക്ക് അടിമകളായി കിടക്കുന്ന അങ്ങനെ വിവിധ മേഖല കഷ്ട സഹിക്കുന്ന വേദന നൊമ്പരത്തിൽ കടന്നുപോകുന്ന എല്ലാവർക്കും ദൈവം പ്രാർത്ഥിക്കുകയാണ്. ഒരു വിടുതൽ ദൈവഹിക്കണമേ. അഹങ്കാരികൾ, നിന്ദകൾ, അപമാനങ്ങൾ, വഴിമതിക്കാർ, കരിചേർത്തുകാർ, പിടിച്ചുവെപ്പ്, വെട്ടിവെപ്പുകാർ ഇവരോടൊക്കെ ദൈവമായി പ്രാർത്ഥിക്കുന്ന കർത്താവി എല്ലാ തകർന്ന മനുഷ്യന്റെ എല്ലാ ദിവ്യാഗ്രഹ ചിന്തകളും മാറി മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വിശ്വാസത്തിന് ഉടമകളായി ജനം തീരടനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.